देखना था मोदी जी को, देख लिया, छू भी लिया, इससे ज्यादा कुछ नहीं चाहिए. Has brought golden age of India back right now. ആദ്യം തന്നെ പറയട്ടെ, ഇത് അല്പം നീളമുള്ള വീഡിയോ ആണെങ്കിലും മുഴുവനായി കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാവും. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് മോദിയുടെ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തന്റെ അമേരിക്കൻ സന്ദർശനം PR വർക്കിലൂടെ ഊതിപ്പെരുപ്പിച്ച് വിദേശത്തെങ്ങും മോദിക്ക് വേണ്ടി പെരുമ്പറ മുഴക്കുകയാണ് എന്ന് കാണിക്കാനായിരുന്നു മോദി ശ്രമിച്ചത്. അതിനുവേണ്ടി ഇന്ത്യയിലെ ഗോദി മീഡിയ എല്ലാം മോദിയോട് തോൾ ചേർന്ന് കഠിനമായി പ്രയത്നിക്കുകയും ചെയ്തു. എന്നാൽ കാലം മാറിയത് മോദിയും ഗോദി മീഡിയയും ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. ഇന്ത്യയിലെ ഒരു മീഡിയയും ഇതിന്റെ സത്യം എന്താണെന്ന് തുറന്നു കാണിക്കാൻ ചങ്കൂറ്റമുള്ളവരല്ല. മോദിയുടെ ഈ സന്ദർശനം വെറും PR ജുംല മാത്രമായിരുന്നു എന്ന് തെളിവുകൾ സഹിതം വ്യക്തമായി കാണിച്ചു തരാം. മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് മുൻപായി അമേരിക്കൻ ഉന്നത ഉദ്യോഗസ്ഥർ മോദിയുടെ എതിരാളികളായ സിഖ് ആക്ടിവിസ്റ്റുകളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ സുരക്ഷ ഉറപ്പു നൽകുകയും ചെയ്തു. ഇത് വെറുതെ പറയുന്നതല്ല. അമേരിക്കൻ മാധ്യമമായ റോയിറ്റേഴ്സിൽ വന്ന വാർത്ത കണ്ടുകൊള്ളൂ. മോദി വരുന്നതിന് 2 ദിവസം മുൻപാണ് അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ സിഖ് ആക്ടിവിസ്റ്റുകളുമായി കൂടിക്കാഴ്ച നടത്തിയത്. അമേരിക്കൻ മാധ്യമങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയിലെ മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ച് വന്ന വാർത്തകളുടെ തെളിവുകൾ കണ്ടോളൂ. ഇന്ത്യൻ എക്സ്പ്രസ്, ഇത് മോദിയുടെ സ്തുതിപാഠകരായ ഫസ്റ്റ് പോസ്റ്റ് എന്ന മാധ്യമത്തിൽ വന്ന വാർത്ത. ഫസ്റ്റ് പോസ്റ്റ് എഴുതിയിരിക്കുന്നത് വൈറ്റ് ഹൗസ് മോദിയുടെ സന്ദർശനത്തിനു മുമ്പേ ഖാലിസ്ഥാനികളുമായി മീറ്റിംഗ് നടത്തിയത് മോദിയെ അപമാനിക്കുന്നതും ചതിക്കുന്നതും പ്രകോപിപ്പിക്കുന്നതും ആണ് എന്നാണ്. ഇനി മറ്റൊരു തമാശ, ഇന്ത്യൻ ഡയസ്പോറ മെമ്പേഴ്സ് ലാബിൽ നിർമ്മിച്ച ആയിരക്കണക്കിന് വജ്രങ്ങൾ കൊണ്ടുണ്ടാക്കിയ മോദിയുടെ പ്രതിമയാണ് ഇത്. മോദിയെ അപമാനിക്കാനായി ഉണ്ടാക്കിയതാണോ ഇതെന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാവില്ല. സൂക്ഷിച്ചു നോക്കിക്കോളൂ. കിറിയുടെ 2 സൈഡിൽ നിന്നും ഈത്ത ഒലിച്ചിരിക്കുന്നത് പോലെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അമേരിക്കയിലെ കറുത്ത വംശജർ ധരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വജ്രങ്ങൾ. ഹിപ്പ് ഹോപ്പ് ജ്വല്ലറി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതുപോലെ ഇതിന് ഒരു പാകിസ്ഥാൻ കണക്ഷനുമുണ്ട്. ഇന്ത്യയിൽ നിർമ്മിച്ച് അമേരിക്കയിലുള്ള പാകിസ്ഥാനി കച്ചവടക്കാർക്ക് സപ്ലൈ ചെയ്യുന്നതാണ് ഇത്. അതായത് അമേരിക്കയിലെ പാകിസ്ഥാനി റീറ്റെയിലേഴ്സിൽ നിന്നും ഈ വജ്രങ്ങൾ വാങ്ങിയാണ് അമേരിക്കൻ ഗുജറാത്തികൾ മോദിയുടെ ഈ പ്രതിമയുണ്ടാക്കിയത്. ഇത് മോദിയെ അപമാനിക്കാനല്ലെങ്കിൽ മറ്റെന്താണ്? ഗുജറാത്തികളിൽ നിന്നും മോദി ഈ ചതി പ്രതീക്ഷിച്ച് കാണില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായി മോദി പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർ എന്ന പേരിൽ ഒരു നടിയെ കൊണ്ടുവന്ന് മോദി ഭഗവാനെ ഒന്ന് കാണുക മാത്രമാണ് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് പൊട്ടിക്കരയിപ്പിക്കുന്ന കലാപരിപാടി പതിവാണ്. അതാണ് ഈ അമ്മായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ പപ്പു ഇറ്റലിക്ക് പോകുമെന്ന് കവിത മോദിയെ പാടിക്കേൽപ്പിച്ച രജത് ശർമ്മയുടെ ഇന്ത്യ TV-യാണ് നമ്മുടെ ഈ അമ്മായിയെ ഇന്റർവ്യൂ ചെയ്യുന്ന നാടകം നടത്തുന്നത്. വീഡിയോയിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ, ഭാരതീയ പ്രവാസി എന്ന്. മോദിജിയെ ഒന്ന് തൊട്ടാൽ മാത്രം മതി, എന്റെ ജീവിതത്തിൽ വേറെയൊന്നും എനിക്ക് വേണ്ട. മോദിജിയെ കണ്ടു തൊട്ടു, മോദിയെയും യോഗിയെ ഒന്ന് തൊടുക എന്ന് മാത്രമാണ് എന്റെ ജീവിത ലക്ഷ്യം. പക്ഷെ അമ്മായിയുടെ കരച്ചിലഭിനയം തീരെ പോരാ എന്നേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത പ്രാവശ്യം ഇതിലും മെച്ചപ്പെട്ട ഒരു നടിയെ കൊണ്ടുവരാൻ മറക്കരുത്. പക്ഷെ ഇന്റർവ്യൂവിനിടയിൽ ഇവർ അറിയാതെ സത്യം പുറത്തു പറഞ്ഞു. ഇനി അമ്മായിയുടെ കള്ളി വെളിച്ചത്താവുന്നത് കണ്ടോളൂ. मैं बोस्टन से आई हूँ और मुझे उनको बस छूना था. मेरा एक ही ड्रीम था, मैं मोदी जी को पास से टच कर लूं, छू लूं. അമ്മായിയോട് ചോദിക്കുകയാണ് എവിടെ നിന്നാണ് വന്നതെന്ന്. ഞാൻ ബോസ്റ്റണിൽ നിന്നാണ് വന്നത് എന്നാണ് അമ്മായി പറയുന്നത്. ഏതായാലും പറഞ്ഞു പഠിപ്പിച്ച ബോസ്റ്റൺ എന്ന പേര് അമ്മായി മറന്നില്ല. എനിക്ക് ഒരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മോദിജിയെ തൊട്ടേ, ഞാൻ തൊടും, തൊട്ടേ. അടുത്ത ചോദ്യം. भारत में मैं ओरिजिनली बिहार से बिलोंग करती हूँ, दिल्ली में सेटल्ड हूँ. ഇന്ത്യയിൽ എവിടെയാണ്? ഇന്ത്യയിൽ ബീഹാർ സ്വദേശിനിയാണ്, ഡൽഹിയിൽ സ്ഥിരതാമസമാണ്. ദേ കിടക്കണോ, ബോസ്റ്റണിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് അറിയാതെ സത്യം നാവിൽ നിന്ന് വീണുപോയി. ബോസ്റ്റണിൽ നിന്നും പൂസ്റ്റണിൽ നിന്നും ഒന്നുമല്ല, ആള് ബീഹാർകാരിയാണ്, ഡൽഹിയിലാണ് താമസിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രവാസിയല്ല, നാട്ടിൽ നിന്നും കരച്ചിൽ നാടകം കളിക്കാൻ മോദി കൊണ്ടുവന്ന ആളാണ് എന്നർത്ഥം. ഇപ്പോഴുള്ള മുഖത്തെ ആ ചളിപ്പ് കണ്ടല്ലോ, കാക്ക തൂറിന ചോന്നുന്നേ എന്നുള്ള ആ ചിരി. ഇനി വീടിനടുത്ത് കിടന്നുള്ള ആ ഉരുളൽ കണ്ടോളൂ. मैं बोस्टन से आई हूँ, भारत में मैं ओरिजिनली बिहार से बिलोंग करती हूँ, दिल्ली में सेटल्ड हूँ, लेकिन इधर उधर यूरोप और अमेरिका ही रही हूँ, मगर बस मोदी जी हैं मेरे भगवान मिल गए ऐसा मुझे लग रहा. യു അവിടെ ഇവിടെ യൂറോപ്പ് അമേരിക്ക ഒന്നുമല്ല. പക്ഷേ എത്ര ഉരുണ്ടിട്ടും കാര്യമില്ല, അമ്മായി പെട്ടുപോയി. നാട്ടിൽ താമസിക്കുന്ന അമ്മായിക്ക് അമേരിക്കയിൽ വന്ന് മോദിയെ തൊടാൻ ആഗ്രഹം.
ചില്ലറ ആഗ്രഹമല്ല. അമ്മായി പൊന്നമ്മായി, മോദിയെ കണ്ടപ്പോൾ എന്റെ ഭഗവാനെ ലഭിച്ചതുപോലെയാണ് എനിക്ക് എന്ന്. മോദിയെ തൊടുന്നത് ജീവിത സാഫല്യമായി കാണുന്ന ഇവരുടെ കൂടെ ജീവിക്കുന്ന ഭർത്താവിന്റെയാണ് അടുത്ത ഊഴം. ഇപ്പോഴും ഭാരതീയ പ്രവാസി എന്ന് ഇന്ത്യ ടി വിക്കാർ എഴുതി കാണിക്കുന്നു. പ്രവാസി അല്ല എന്ന് അവർ അറിയാതെ വെളിപ്പെടുത്തിയിട്ടും നാണം കെട്ട ഇന്ത്യ ടി വി. ഇവരുടെ വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് മോദിജിയെ കാണണമെന്നും തൊടണം എന്നുമുള്ളത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും മോദിയെ തൊടാൻ വേണ്ടി അമേരിക്കയിലേക്ക് ഇവരെ എഴുന്നള്ളിച്ചതത്രേ. ബീഹാർ ജാർഖണ്ഡ് അസോസിയേഷൻ മുഖേനയാണ് ഇന്ത്യയിൽ നിന്നും മോദിയെ തൊടാൻ വേണ്ടി അവർ അമേരിക്കയിലേക്ക് എത്തിയതെന്ന്. ഇപ്പോഴും അവർക്ക് തേങ്ങലടക്കാൻ ആവുന്നില്ല. മതി അമ്മായി മതി, എല്ലാ കള്ളവും പൊളിഞ്ഞിട്ടും ഇനിയും എന്താണ് നിങ്ങൾ ഈ അഭിനയിക്കുന്നത്? എനിക്ക് വേറൊന്നും വേണ്ട, മോദിജിയെ മാത്രം മതി, കെട്ടിയോനെ പോലും അവർക്ക് വേണ്ട എന്നർത്ഥം. അത് കേട്ട് പുളകിതനാകുന്ന ആ ഭർത്താവിന്റെ ഇളിഞ്ചൻ ചിരി എത്ര മനോഹരം! ഞാൻ തൊട്ടെന്നേ തൊട്ടു. ഇനി ഇതാ അടുത്ത മണഗുണാഞ്ചൻ. ഇയാൾ ഗുജറാത്തിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ആളാണ്. Golden age of India back right now. Modi ji is great. He has brought golden age of India back in front of us, and this is a historical moment for us to cherish. Modi ji is great. He has brought golden age of India back. എന്റെ കുഞ്ഞമ്മാവ മോദിയുടെ ഗോൾഡൻ ഏജിലേക്ക് തിരിച്ചു വന്നേന്നേ, ഒട്ടും താമസിക്കരുത്. ഇപ്പോൾ തന്നെ വിമാനം കയറി വാ. അമേരിക്കയിലുള്ളതെല്ലാം വിറ്റുപെറുക്കി കുട്ടികളെ എല്ലാം കൂട്ടി ഗുജറാത്തിലേക്ക് തിരിച്ചു വാ. ടിക്കറ്റിന്റെ കാര്യം ഞാൻ ഏറ്റു. മോദിയുടെ രാമരാജ്യം അമേരിക്കയിൽ കിടന്ന് അനുഭവിക്കാതെ ഇന്ത്യയിൽ വന്ന് അനുഭവിക്കുന്നതിന് വേണ്ടി നിങ്ങളെപ്പോലെയുള്ള മന്ദഭക്തന്മാർക്ക് ഫ്രീ ആയി വൺ വേ ടിക്കറ്റ് എപ്പോഴും നൽകാൻ തയ്യാറാണ് ആവി ഡാൻഡിയ എന്ന അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജൻ. ഒരു പൈസ പോലും നിങ്ങൾ മുടക്കേണ്ട. ആവിയുടെ ചെലവിൽ തന്നെ മോദിയുടെ ഗോൾഡൻ ഏജിലേക്ക് നിങ്ങളെ വിമാനം കയറ്റിവിടാമെന്ന് ഞാൻ ഓഫർ നൽകുകയാണ്. ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ഇപ്രാവശ്യം മോദി ഒട്ടും കുറയ്ക്കണ്ട എന്ന് കരുതി വളരെയേറെ പേരെയാണ് ഇങ്ങനെ നിരത്ത് നിർത്തിയിരിക്കുന്നത്. ഇതാ മൂന്നാമത്തെ നമ്മുടെ അമ്മായി. ഇവർ ഒരു പടി കൂടി മുന്നോട്ട് കടന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചു പോകാൻ താൻ റെഡിയാണെന്നാണ് പറഞ്ഞത്. I would like to move back to India because of Modi. Wow! अब वापस जाने की सोच रही हैं? हाँ, ऐसा क्यों? अच्छा कर रहे हैं तो क्यों नहीं जाना चाहिए इंडिया रहने के लिए हमें. इन्वेस्टमेंट के लिए बहुत अच्छी जगह है. For us retirement we should live there. I like to move back to India because of Modi. ഇത്ര നല്ലതുപോലെ ചെയ്യുന്നതുകൊണ്ട് എന്തുകൊണ്ട് പാടില്ല? പക്ഷെ അമ്മായിക്ക് ഇപ്പോൾ പോകേണ്ട, റിട്ടയർ ചെയ്ത് കഴിഞ്ഞു പോയാൽ മതി. ഒന്നമ്മായി വെച്ച് താമസിപ്പിക്കാതെ ഇപ്പോൾ തന്നെ വണ്ടി വിടുന്നേ. നിങ്ങൾക്കും ടിക്കറ്റ് ഫ്രീ. ആ നാടകവും പൊളിഞ്ഞു. ഇത് കോവിഡിന്റെ സമയത്ത് അമേരിക്കയിൽ എത്തിയ വിശ്വഗുരുവിനെ നമ്മുടെ വൈസ് പ്രസിഡന്റ് കമല അമ്മായി പറഞ്ഞു പഠിപ്പിക്കുന്നത് കേട്ടോ. ലോകത്തെമ്പാടും ജനാധിപത്യം ഭീഷണിയെ നേരിടുമ്പോൾ നമ്മുടെ കടമയാണ് നമ്മളും ഭരണഘടനാ സ്ഥാപനങ്ങളും ജനാധിപത്യപരമായി പ്രവർത്തിക്കേണ്ടത്. അതുപോലെ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ ശക്തമാക്കേണ്ടത് നമ്മുടെ ജനങ്ങളുടെ നന്മയ്ക്ക് അത്യാവശ്യമാണ്. തലയാട്ടുന്നുണ്ടെങ്കിലും മോദിക്ക് ഒരു തേങ്ങയും മനസ്സിലായിട്ടില്ല എന്ന് ഉറപ്പാണ്. ജനാധിപത്യത്തെ നശിപ്പിച്ചതിന്റെ പേരിൽ ഇങ്ങനെ പരസ്യമായി മോദിയെ ശാസിച്ചത് ശരിയായില്ല എന്നേ കമല ചേച്ചിയോട് എനിക്ക് പറയാനുള്ളൂ. ന്യൂയോർക്കിൽ ഇന്ത്യൻ അമേരിക്കൻ വംശജർ മോദിക്ക് വേണ്ടി വൻ പരിപാടിയാണ് ഒരുക്കിയത്. 14,500 പേരുടെ കപ്പാസിറ്റിയുള്ള ഈ ഹാൾ ഫുള്ളായിരുന്നു. മോദി ഭക്തർ വലിയ പരിപാടിയാണ് എന്ന് പറഞ്ഞത് ഇതിനെയാണ്. ഇതിൽ പങ്കെടുത്ത 95% പേരും ഗുജറാത്തി അമേരിക്കരാണ്. അമേരിക്കയിലെമ്പാടും ഏകദേശം 9 ലക്ഷം ഗുജറാത്തി വംശജരാണ് ഉള്ളത്. ന്യൂയോർക്കിൽ മാത്രമായി 1 ലക്ഷത്തിലധികം ഗുജറാത്തി അമേരിക്കൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ 14,500 പേരെ സംഘടിപ്പിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് വസ്തുതയാണ്. അമേരിക്കയിലെ ഗുജറാത്തികൾ ഇന്ത്യയിലെ പോലെ തന്നെ കച്ചവടക്കാരാണ്. അതിനാൽ പലരും വലിയ സമ്പന്നരുമാണ്. ഇങ്ങനെ ഒന്നല്ല 10 പരിപാടികൾ സംഘടിപ്പിക്കാൻ ഗുജറാത്തികൾക്ക് പുഷ്പം പോലെ സാധിക്കും എന്നുള്ളതിൽ തർക്കമില്ല. ഹനുമാൻ കൈൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന മലയാളി അമേരിക്കൻ റാപ്പർ സൂരജ് ചെറുകാടിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മോദി പറയുകയാണ് ജയ് ഹനുമാൻ എന്ന്. കരുണയുടെ പര്യായമായ ഹനുമാൻ എന്ന അർത്ഥത്തിലാണ് സൂരജ് തന്റെ പ്രൊഫഷണൽ നെയിമായി ഹനുമാൻ കൈൻഡ് എന്ന പേര് സ്വീകരിച്ചത്. ജയ് ഹനുമാൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചപ്പോൾ മോദി എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇനി മോദിയുടെ മറ്റൊരു തമാശ, AI എന്ന് പറഞ്ഞാൽ മോദിക്ക് അമേരിക്കൻ ഇന്ത്യൻ ആണത്രേ. लेकिन मैं मानता हूं कि AI का मतलब है अमेरिकन इंडियन. അമേരിക്കൻ എന്നുള്ളത് മോദി പറയുന്നത് കേട്ടാൽ തന്നെ നാണിച്ചു പോകും. അമേരിക്കൻ എന്ന് ക്ലിയർ ആയി പറയാൻ അറിയാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ? ഇനി അതിലെ മറ്റൊരു വസ്തുത, അമേരിക്കയിലുള്ള ഇന്ത്യൻ വംശജർ അമേരിക്കൻ ഇന്ത്യൻസ് അല്ല, മറിച്ച് ഇന്ത്യൻ അമേരിക്കൻസ് ആണ്.
അമേരിക്കൻ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ പൗരത്വം എടുത്ത അമേരിക്കൻ വംശജരാണ്. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ പോയി അമേരിക്കൻ പൗരത്വം എടുത്തവർ ഇന്ത്യൻ അമേരിക്കൻസ് ആണ്. ആഫ്രിക്കൻ അമേരിക്കൻസ്, ജാപ്പനീസ് അമേരിക്കൻസ് എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷേ ഇത് മോദിയാണല്ലോ, എന്തു വേണമെങ്കിലും പറയാം. ഭക്തന്മാർ കൈയടിച്ചുകൊള്ളും. മോദി ഭഗവാനാണെന്ന് സ്വയം പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങളിൽ പലരും അദ്ദേഹത്തെ കളിയാക്കി. എന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും സംശയം ഞാൻ തീർത്തു തരാം. അദ്ദേഹം ഭഗവാന്റെ അവതാരമാണെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. വിഷ്ണു ഭഗവാന്റെ ദശാവതാരം പോലെ മോദിക്കും പല അവതാരങ്ങളുമുണ്ട്. ന്യൂയോർക്കിൽ ഈ പരിപാടിയിൽ വെച്ച് അദ്ദേഹം പറയുകയാണ്, തനിക്ക് ഒരു സ്ഥാനമാനങ്ങളും ഇല്ലാത്തപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ വന്ന് അവിടുത്തെ 29 സംസ്ഥാനങ്ങൾ കറങ്ങിയെന്ന്. जब मैं किसी पद पर नहीं था, उससे पहले भी मैं अमेरिका के करीब 29 स्टेट्स में दौरा कर चुका था. മോദിയുടെ ചരിത്രം അറിയാവുന്നവർക്കറിയാം, 8ാം വയസ്സ് മുതൽ അദ്ദേഹം മുഴുവൻ സമയ RSS പ്രവർത്തകൻ ആയിരുന്നു എന്ന്. വളരെ ചെറുപ്പത്തിൽ തന്നെ വീട് വിട്ട് ഇറങ്ങിയതാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ 35 വർഷം ഭിക്ഷയെടുത്താണ് അദ്ദേഹം ജീവിച്ചത്. അത് അദ്ദേഹത്തിന്റെ ഒരു അവതാരം. ഇതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു അവതാരം റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കുകയായിരുന്നു. കുറെ കാലം മുട്ടിന്മേൽ ഇഴഞ്ഞു നടന്നു. അത് മറ്റൊരു അവതാരം. വേറൊരു അവതാരം വളരെയേറെ കാലം പർവ്വതങ്ങളിൽ പോയി തപസ്സിരുന്നു. 15 വർഷം അദ്ദേഹത്തിന്റെ മറ്റൊരു അവതാരം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി. പിന്നെ ഒരു അവതാരം സ്കൂളിലും കോളേജിലും പഠിച്ച് എൻഡിആർ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടി. അതിന്റെ ഇടയ്ക്ക് അതിർത്തിയിൽ എല്ലാ വർഷവും പോയി സൈനികരെ കണ്ടു. ഒന്നുകിൽ ഇദ്ദേഹത്തിന് 200 വയസ്സെങ്കിലും ഉണ്ടാവണം, ഇത് പല കാലയളവിൽ ആണ് ചെയ്തതെങ്കിൽ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പല അവതാരങ്ങളും ഉണ്ടായിരുന്നു എന്ന് വേണം ന്യായമായും അനുമാനിക്കാൻ. അതല്ലാതെ ഇത്രയും കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ല. അത് മാത്രവുമല്ല, 35 വർഷം ഭിക്ഷയെടുത്ത് നടന്ന സമയത്താണ് അമേരിക്കയിലെ 29 സംസ്ഥാനങ്ങൾ അദ്ദേഹം കറങ്ങിയത്. അമേരിക്കക്കാർ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യയിലെ ഭിക്ഷക്കാർ ഇത്ര സമ്പന്നരായത് എങ്ങനെയെന്ന്. ഭിക്ഷയെടുത്ത് നടന്ന കാലത്ത് ലഭിച്ച പണം കൊണ്ട് അമേരിക്കയും മറ്റ് ലോകരാജ്യങ്ങളും കറങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭിക്ഷക്കാർക്ക് പോയിട്ട് ഇടത്തരക്കാർക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. സാധാരണക്കാർക്ക് അമേരിക്കയ്ക്കുള്ള ഒരു വിസ പോലും സംഘടിപ്പിക്കാൻ ഒട്ടും എളുപ്പമല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി അമേരിക്കയിൽ നടന്ന ഈ ക്വാഡ് സമ്മിറ്റിൽ മോദിയെ കൂടാതെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ജാപ്പനീസ് പ്രധാനമന്ത്രി ഫോമിയോ കിഷിദ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് എന്നിവരും പങ്കെടുത്തു. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റിയുടെ പേരിൽ ഇതിന്റെ പ്രാധാന്യം എത്രയുണ്ടെന്നറിയാൻ, വിദേശ മീഡിയകൾ ഇത് എത്രത്തോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നറിയാൻ യൂട്യൂബിൽ ക്വാഡ് സമ്മിറ്റ് എന്ന് ഞാൻ സെർച്ച് ചെയ്തു. ഒരൊറ്റ വിദേശ മീഡിയ പോലും ഇതിനെക്കുറിച്ച് ഒരു വാർത്തകളും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനുള്ള തെളിവിത ഇതിൽ കാണിക്കുന്ന എല്ലാ സെർച്ച് റിസൾട്ടുകളും ഇന്ത്യയിൽ നിന്നുള്ള മീഡിയകൾ കൊടുത്ത വാർത്തകൾ മാത്രമാണ്. അമേരിക്കയിൽ വെച്ച് നടന്ന ഈ പരിപാടിയെക്കുറിച്ച് അമേരിക്കൻ മീഡിയകൾ പോലും റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഇതിന് ഇത്രയേ പ്രാധാന്യമുള്ളൂ എന്നല്ലേ അർത്ഥം. എന്നാൽ മോദിയുടെ ഗോദി മീഡിയകൾ എല്ലാം ഓടി നടന്ന് 100 കണക്കിന് 1000 കണക്കിന് വാർത്തകളാണ് മോദി വിശ്വഗുരുവാണെന്ന് സ്ഥാപിക്കാൻ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തത്. മോദിയുടെ യൂട്യൂബ് ചാനലിൽ ഈ അമേരിക്കയിൽ നടന്ന പരിപാടികളുടെ 40 വീഡിയോകളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 15ലധികം വീഡിയോകൾ 1 മിനിറ്റിൽ താഴെയുള്ള ഷോർട്ട് വീഡിയോകളാണ്, 12 സെക്കൻഡ് മുതൽ ദൈർഘ്യമുള്ളവ. അതായത് കാതലായ ഒരു കാര്യവും ഈ വീഡിയോകളിൽ ഇല്ല എന്നർത്ഥം. അവിടെയും ഇവിടെയും നിന്ന് ഓരോ ഫോട്ടോ എടുക്കുന്നതിന്റെ വീഡിയോകളാണ് കൂടുതലും. പിന്നെ രസകരമായ മറ്റൊരു കാര്യം, ജോ ബൈഡന്റെ യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഒരു വീഡിയോ പോലും ഇല്ല എന്നുള്ളതാണ്. അതും ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട, സ്വയം സെർച്ച് ചെയ്ത് കണ്ടോളൂ. ജോ ബൈഡന്റെ യൂട്യൂബ് ചാനലിലുള്ള ഏറ്റവും പുതിയ വീഡിയോ 1 മാസം മുൻപ് ഉള്ളതാണ്. ജപ്പാൻ പ്രധാനമന്ത്രിക്ക് സ്വന്തമായി യൂട്യൂബ് ചാനൽ പോലുമില്ല. ആകെയുള്ളത് ജപ്പാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ യൂട്യൂബ് ചാനലാണ്. അതിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ 1 മാസം മുൻപ് പോസ്റ്റ് ചെയ്തതാണ്. ഇത് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിന്റെ യൂട്യൂബ് ചാനൽ. ഇതിലും ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോകൾ പോലുമില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ 3 മാസങ്ങൾക്ക് മുൻപ് പോസ്റ്റ് ചെയ്ത ഒന്നാണ്. വികസിത രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർക്കൊന്നും അവിടുത്തെ ജനങ്ങളെ PR വർക്കിലൂടെ കബളിപ്പിക്കാൻ ആവില്ല എന്ന് നമുക്കെല്ലാവർക്കും ഇതിലൂടെ ബോധ്യമായില്ലേ? ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലെ പട്ടിണി പാവങ്ങളെ ഫേക്ക് ന്യൂസിലൂടെയും PR വർക്കിലൂടെയും കബളിപ്പിക്കുകയാണ് മോദി എന്നുള്ളതിന് വേറെ എന്ത് തെളിവാണ് വേണ്ടത്? മോദി മുൻപ് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ചു വരുമ്പോൾ BJPയുടെ പ്രസിഡന്റ് മോദിയെ സ്വീകരിക്കാൻ അവിടെ എത്തുമായിരുന്നു. ഇപ്പോൾ ഇതാ ഇന്ത്യയിൽ തിരിച്ചെത്തുമ്പോൾ മോദിയെ സ്വീകരിക്കാൻ ആരുമില്ല. 1-2 ഉദ്യോഗസ്ഥർ മാത്രമാണുള്ളത്. ഇതോടെ മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ സത്യാവസ്ഥ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇന്ത്യയിലെ ജനങ്ങളെ ഇങ്ങനെ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ വിഡ്ഢികളാക്കാൻ കഴിയില്ല മോദി.